പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നപ്പ. കർത്താവെ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ ഉറക്കുകയും നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു പിതാവേ. ഈ 3 മണി സമയം അങ്ങയുടെ പക്കലായിരിക്കാൻ എൻ്റെ ദൈവം ഞങ്ങളെല്ലാവരെയും ഒരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു നാഥ. കർത്താവെ, ഈ ലോക ജനതയെ സമർപ്പിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലും സമാധാനമില്ലാതെയും കഴിയുന്ന ഓരോ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. മക്കളാൽ വേദനപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ഓരോ മക്കളെ അവിടുത്തെ കരുണയുടെ ഈ സമയം കരുണ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് തന്ന തിരുവചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവെ, എന്നെ കൂടുതലായി സ്പർശിച്ച വാക്കുകൾ, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതെ അപ്പ, ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ശരീരവും മനസ്സും കൊണ്ട് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ ബഹുമാനിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദുർനടപ്പ്, ലഹരിക്കടിമയാകുന്നത്, വൈരാഗ്യം, ഞാൻ എന്നുള്ള അഹങ്കാരം എന്നിങ്ങനെയുള്ള സകലതും നമ്മുടെ ആരോഗ്യത്തെയും ആത്മീയതയെയും നശിപ്പിക്കുന്നു. അതിനാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ 3 മണി സമയം കരുണയുടെ സമയം. സാത്താൻ്റെ കെണിയിൽ പെടാതെ വണ്ണം നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ദുർവിനിയോഗപ്പെടുത്തുന്ന ഏവരെയും, ലഹരിക്ക് അടിമപ്പെടുന്നവരെയും, മാതാപിതാക്കന്മാരില്ലാതെ വഴിതെറ്റിപ്പോകുന്ന മക്കളെയും ദൈവകരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും ദൈവം വസിക്കുന്ന ആലയമാക്കാൻ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നതും കാണുന്നതുമായ ഓരോ കുടുംബാംഗങ്ങളെയും ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരിലും ദൈവസ്നേഹം വളരട്ടപ്പ. കർത്താവെ, അവിടുത്തെ കൃപ കൊണ്ട് ഓരോ മക്കളെയും വളർത്തുമാറാകണമേ. കർത്താവായ യേശുവെ, ഓരോ മക്കളിലും അവിടുത്തെ തിരുരക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോപ്പ, ഞങ്ങൾ പോകുന്ന പാതയ്ക്ക് പ്രകാശമായും പാദങ്ങൾക്ക് വിളക്കായും അവിടുന്ന് എപ്പോഴും കൂടെ ആയിരിക്കണമേ നാഥ. കർത്താവായ ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നുള്ളത് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം.